ഡോക്ടർ ആദ്യം തന്നെ ചോദിക്കുകയാണ്, കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന വൈകാരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങളെ നമുക്ക് പൊതുവായി മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വൈകാരിക പ്രശ്നങ്ങൾ. അതിന് ഉദാഹരണമായിട്ടാണ് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, വിഷാദരോഗം, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഉത്കണ്ഠ രോഗം, ഒബ്സെഷൻസ്, അങ്ങനെ ചില വൈകാരിക ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കാണുന്നുണ്ട്. പിന്നെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങളെ ബിഹേവിയറൽ, അതായത് ഈ പിരിപിരിപ്പ്, എടുത്തിയാട്ടം, അടങ്ങിയിരിക്കാത്ത അവസ്ഥ, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുള്ള കുട്ടികളെ ADHD എന്നൊക്കെ പറയും. പിന്നെ കുട്ടികളിൽ പഠനപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വൈകാരിക പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ ശ്രദ്ധ ആവശ്യമുണ്ട്. യൂഷ്വലി കാണുന്നത് വിഷാദരോഗം, ഉത്കണ്ഠാരോഗം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഡോക്ടർ, ഇന്ന് എല്ലാവരിലും ഒരുപോലെ കാണുന്നതാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ കുട്ടികളിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പൊതുവെ എല്ലാ കുട്ടികളിലും ഇത്തരത്തിലുള്ള ഒരു മാനസികമായ ഒരു പിരിമുറുക്കം, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഡിപ്രഷൻ കണക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സാധാരണ ഉള്ള സംശയം. കുട്ടികൾ ചെറുതല്ലേ, അവർക്ക് എങ്ങനെയാണ് ഡിപ്രസീവ് ഡിസോർഡർ, വിഷാദ രോഗങ്ങൾ ഉണ്ടാവണത് എന്നുള്ളത് പൊതുവേ ഉള്ളൊരു സംശയം. അവർക്ക് അത്രയും ഒക്കെ മനസ്സിലാവാനുള്ള പ്രായമായിട്ടുള്ള ഒന്ന്. പക്ഷെ കുട്ടികളിലും നമ്മൾ വിഷാദ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം കുട്ടികളിലുള്ള വിഷാദരോഗത്തിൻ്റെ സാമാന്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ മുതിർന്നവരിലെ പോലെ ഒരു സങ്കടം, സന്തോഷമില്ലാത്ത അവസ്ഥ, എപ്പോഴും സങ്കടം, കരച്ചിൽ, ഒന്നിനോടൊരു താല്പര്യമില്ല എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് TV കാണാനാണേലും ഒന്നും താല്പര്യമില്ല. അതേപോലെ പൊതുവെ ഒരു ക്ഷീണം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ കൂടെ ഉറക്കം, വിശപ്പ് തുടങ്ങിയ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ കുട്ടികളിൽ വിഷാദരോഗം എന്ന് പറയുമ്പോഴും മിക്കവാറും ഇത് ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും സങ്കടത്തിന് പകരം, വിഷാദരോഗത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സങ്കടമാണ്. പക്ഷെ സങ്കടത്തിന് പകരം കുട്ടികളിലത് ദേഷ്യമായിട്ടായിരിക്കും കാണുക. അപ്പം നേരത്തെ പ്രശ്നങ്ങളൊന്നും, അങ്ങനെ പെരുമാറ്റ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയിൽ അവരുടെ പെരുമാറ്റത്തിലൊരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, അത് ഇപ്പോൾ ഒരു വിഷാദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സങ്കടം പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു മാർക്ക് കുറഞ്ഞു, ഒരു വിഷമം വരും, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും കൂട്ടുകാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ഒരു വിഷമം വരും. അതൊന്നും വിഷാദരോഗമല്ല. അങ്ങനെയൊക്കെ വരുന്ന വിഷമം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അല്ല 1-2 ദിവസം കൊണ്ടത് ഓക്കെ ആവും. പക്ഷേ നീണ്ടു നിൽക്കുന്ന ഒരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, അതായത് ഭയങ്കര സങ്കടം, അല്ലെങ്കിൽ പെട്ടെന്ന് നിസ്സാര കാര്യത്തിന് ദേഷ്യം വരണു, കൂടുതൽ കരയണു, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കളിക്കണ കാര്യത്തിലോ താല്പര്യം, ഡാൻസ് കളിക്കണം, അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് അതിനകത്തൊന്നും താല്പര്യക്കുറവ്, എപ്പോഴും ക്ഷീണം. അതോടെ തന്നെ ചില കുട്ടികൾക്ക് വിശപ്പ്, ഭക്ഷണം കഴിക്കാൻ മടി, ചിലപ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കും, ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കണു, പേടിയാന്ന് പറയുന്നു. ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളിൽ വിഷാദരോഗം നമ്മൾ സംശയിക്കണം. ഒരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം ലക്ഷണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കുട്ടികളിലുള്ള ഉത്കണ്ഠാരോഗവും ഇതേപോലെ തന്നെ കോമൺ ആയിട്ടുണ്ടാകും. യൂഷ്വലി കുട്ടികളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പേരൻസ് നമ്മുടെ അടുത്ത് വരണത് കുട്ടി പഠിത്തത്തിൽ പിന്നോക്കമാവണം. അതായത് 2-3 മാസം കഴിഞ്ഞിട്ടാവും മിക്കവാറും വരിക. അതായത് മിക്കവാറും എല്ലാവരുടെയും കംപ്ലയിൻറ്റ് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു. അപ്പം അങ്ങനെ പഠിത്തത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ, കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന ഒരു കുട്ടി അതിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്.